KM ഷാജി പറഞ്ഞതിൽ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് മലയാളിക്ക് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ആ പൈസ വേണ്ട എന്ന് വെച്ചത്. ആ വേണ്ട എന്ന് വെച്ച പണമാണ് ഏതോ സംഘിയായിട്ടുള്ള വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിട്ടുള്ള KM ഷാജി പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ BJPയോ നമുക്ക് ദാനമായിട്ട് തരുന്നതാണോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട്? അല്ലല്ലോ. ഇത് ജനങ്ങൾ അടയ്ക്കുന്ന നികുതി, ആ നികുതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അതിനെന്താണ്? അത് ഔദാര്യമാണോ? സർക്കാരിന്റെ ഔദാര്യമാണോ? ഒരിക്കലുമല്ല. KM ഷാജിയൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളുമായിട്ട് സഹകരിക്കാൻ പോയി കഴിഞ്ഞാൽ, സംഘീവൽക്കരണം എന്ന ലക്ഷ്യവുമായിട്ട് നടക്കുന്ന BJPയുടെ കേന്ദ്ര പദ്ധതികളുമായിട്ട് സഹകരിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. നമസ്കാരം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. നമുക്കറിയാം, ഇതേ വിഷയം തന്നെ മുന്നേ കേന്ദ്രം PM ആവാസ് യോജന മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അന്ന് ഇടത് സർക്കാർ ഇത് തള്ളാനായിട്ട് പറഞ്ഞ കാരണം വീടുകൾക്ക് മുന്നിൽ ഇങ്ങനൊരു ചിത്രം വയ്ക്കുന്നത് വേർതിരിവുണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിലാണ്. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം പറഞ്ഞാൽ ഇവിടെ ലൈഫ് മിഷനുമായിട്ട് ചേർന്നിട്ടാണ് ഈ PM ആവാസ് യോജന പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ട് വേണ്ട എന്ന് വെച്ച ഒരു ഫണ്ട് ഇപ്പോൾ പണം കിട്ടാൻ നമുക്ക് ചിത്രം വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് KM ഷാജി പറയുന്നതിലെ പ്രശ്നം എവിടെയാണ്? KM ഷാജി പറഞ്ഞതിൽ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് മലയാളിക്ക് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത്. അതായത് സവർക്കർ മാപ്പെഴുതി കൊടുത്ത് ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും വളരെ ഉച്ചത്തിൽ പ്രസംഗിക്കാറുണ്ട്. RSSനെതിരെയും BJPക്ക് സംഘപരിവാർ ശക്തികൾക്കെതിരെയൊക്കെ അതിശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗ് വയനാട് വീട് വെച്ചു കൊടുത്ത സമയത്ത്, ദുരിതബാധിതർക്ക് വീട് വെച്ചു കൊടുത്ത സമയത്ത്, അവിടെ മുസ്ലിം ലീഗ് പണി കഴിപ്പിച്ച വീട്ടിൻ്റെ മുൻവശത്ത് ഒരിടത്ത് പോലും മുസ്ലിം ലീഗിൻ്റെ പേരോ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ പേരോ എഴുതാൻ പാടില്ലെന്നും, ആ വീടിൻ്റെ അവകാശവാദവുമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ഇടാൻ പാടില്ല എന്നും പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുള്ള പാണക്കാട് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് KM ഷാജി ഇത് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ചെയ് എന്നല്ലാണ്ട് ആദ്യം എന്താണ് പിന്നെ പറയാൻ സാധിക്കുക? നമ്മളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സാധാരണക്കാരൻ, അവന് PMA വഴിയായിട്ട് ഒരു വീട് ലഭിച്ചു എന്ന് കരുതുക. ആ വീടിൻ്റെ മുൻവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ പ്രതിഷ്ഠിക്കുന്നു. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾക്ക് ഇത് PMA പദ്ധതി വഴിയായിട്ട് ലഭിച്ച വീടാണെന്ന് മനസ്സിലാകും. ഇങ്ങനെ മനസ്സിലാകുമ്പോഴത്തേക്ക് പരസ്പരം ഇവൻ മലയാളിയുടെ പൊതു സ്വഭാവം അറിയാമല്ലോ, ആ പൊതു സ്വഭാവം വെച്ചിട്ട് അവൻ്റെ മരണം വരെ അവൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് അവൻ്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടത്തില്ലേ? ഇനി ഒരു പെൺകുട്ടി വളർന്നു വലുതായി കഴിഞ്ഞു, അവൾക്കൊരു വിവാഹാലോചന വരുന്ന സമയത്ത് നമ്മൾ വേറൊരു ആംഗിളിലും ചിന്തിക്കേണ്ട. ചെറുക്കൻ്റെ വീട്ടുകാർ വരുമ്പോഴത്തേക്കോ PMA വഴി കിട്ടിയ വീടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. ഇതെന്താ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ BJPയോ നമുക്ക് ദാനമായിട്ട് തരുന്നതാണോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട്? അല്ലല്ലോ. ഇത് ജനങ്ങൾ അടയ്ക്കുന്ന നികുതി, ആ നികുതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അതിനെന്താണ്? അത് ഔദാര്യമാണോ? സർക്കാരിൻ്റെ ഔദാര്യമാണോ? ഒരിക്കലുമല്ല. ഇതേ രീതിയിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് വേണമെങ്കിൽ പല പദ്ധതികളുമായിട്ട് സന്ധി ചെയ്യാമായിരുന്നു, കേന്ദ്ര സർക്കാരുമായിട്ട് സന്ധി ചെയ്യാമായിരുന്നു. അങ്ങനെ സന്ധി ചെയ്തിരുന്നുവെങ്കിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാമായിരുന്നു. അതായത് PMAY പദ്ധതി പ്രകാരം 72,000 രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകുന്നത്. ഞാനത് ചോദിച്ചുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് PMAY പദ്ധതി പ്രകാരം വീടിന് പണിയാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഈ 4 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് വെറും 72,000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് വരുന്നത്. അപ്പോൾ ആ 72,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ആ പൈസ വേണ്ട എന്ന് വെച്ചത്. ആ വേണ്ട എന്ന് വെച്ച പണമാണ് ഏതോ സംഘിയായിട്ടുള്ള വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിട്ടുള്ള KM ഷാജി പറഞ്ഞിരിക്കുന്നത്.
ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ മന്ത്രി പറഞ്ഞോട്ടെ, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് സമരം നയിച്ചതാരാ? മുസ്ലിം ലീഗും MSF അല്ലേ? ഇത് കാവ്യവൽക്കരണമാണ് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതവരല്ലേ? അവർ തന്നെയാണ് UDF അധികാരത്തിൽ വന്ന സമയത്ത് അത് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. സമാനമായ രീതിയിലല്ലേ ഷാജിയുടെ ഇന്നത്തെ പ്രസ്ഥാനം. PMAY പദ്ധതി പ്രകാരം 72,000 രൂപ വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ സംസ്ഥാന സർക്കാർ പണിയുന്ന വീടിന്റെ മുൻവശത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് മര്യാദയാണ്? ആ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെയും ലെഫ്റ്റ് സൈഡിൽ KM ഷാജിയുടെ കൂടെ ഫോട്ടോ പതിപ്പിക്കുകയെ. KM ഷാജിയുടെ കൂടെ ഫോട്ടോ പതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണത്. സർക്കാർ പിരിക്കുന്ന നികുതിയിൽ നിന്ന് പാവപ്പെട്ടവന് ഒരു വീട് ലഭിക്കുന്നിടത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിക്കണമെന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൂടാതെ തന്നെ അത് നിലപാടില്ലായ്മയാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KM ഷാജിയൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളുമായിട്ട് സഹകരിക്കാൻ പോയി കഴിഞ്ഞാൽ, സംഘീവൽക്കരണം എന്ന ലക്ഷ്യവുമായിട്ട് നടക്കുന്ന BJPയുടെ കേന്ദ്ര പദ്ധതികളുമായിട്ട് സഹകരിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. അതായത് ഇപ്രാവശ്യം ജനങ്ങൾ നിങ്ങളെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് അധികാരത്തിൽ ഏറ്റിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട്. സംഘപരിവാർ ശക്തികളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അവിടെയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. മറിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പുകാരായി മാറിക്കൊണ്ട് BJPക്ക് കേരളത്തിൽ വഴിയൊഴുക്കാൻ വേണ്ടിയിട്ടാണ് KM ഷാജി ശ്രമിക്കുന്നതെങ്കിൽ KM ഷാജി മുസ്ലിം ലീഗ് തന്നെ വിട്ടുപോകണം. ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് എന്ത് പറ്റിയെന്നാണ് നമുക്കൊരു സംശയം. ഇതേ രീതിയിൽ അധംപതിക്കാനായിട്ട്, ഇതേ രീതിയിൽ സംസാരിക്കുന്നതിനായിട്ട് KM ഷാജിക്കൊക്കെ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് PM ശ്രീ പദ്ധതി UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങളത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ്. അറബിക്കടലിൽ എറിഞ്ഞോ? വലിയ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിയില്ലേ? അത് വലിയൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറുന്ന അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലതും പറയും, അങ്ങനെയുള്ള കാര്യം എന്നാണ്. അല്ല, അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം കവലപ്രസംഗമാണോ? അങ്ങനെ ഒരു ടോണാണ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവലപ്രസംഗമല്ല നിയമസഭയ്ക്കകത്ത് പറയേണ്ടതെന്നാ പറയുന്നത്. ഭരിക്കണം, മുൻപോട്ട് പോകണം, കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങണം. കേന്ദ്രവിഹിതം തരാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ കേന്ദ്ര സർക്കാരിന്? കേന്ദ്രത്തെ സംബന്ധിച്ച് അവർ ₹1 തന്നത് BJPയുടെ ബ്രാൻഡിങ്ങിനുള്ളൊരു തന്ത്രമാക്കി അവർ മാറ്റും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഈ ആരോഗ്യ മേഖലയിൽ തന്നെ മറ്റേ പദ്ധതികളിലെല്ലാം പെയിന്റ് മാറ്റലും ചിത്രം വയ്ക്കലും സംഭവമുണ്ട്. ഇങ്ങനെ മോദിയുടെ ചിത്രം വെക്കുമ്പോൾ സത്യത്തിൽ ലൈഫ് മിഷന്റെ പ്രാധാന്യം ഇല്ലാതാവില്ലേ? ലൈഫ് മിഷന്റെ പ്രാധാന്യം ഇല്ലാതാവുകയാണോ? ഈ 72,000 രൂപ വന്നിട്ട് ബാക്കിയുള്ള 3,28,000 രൂപയുടെയും കൂടി ക്രെഡിറ്റ് അവർ അടിച്ചുകൊണ്ട് പോകല്ലേ? അതായത് മലയാളിക്ക് എന്താണ് പറയുക, ഇപ്പോൾ സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഈ പറഞ്ഞ PMAY പദ്ധതി പ്രകാരം എല്ലാ വീടുകൾക്കും, അതായത് ലൈഫ് മിഷൻ ഇപ്പോൾ ഇല്ലാതെ എനിക്ക് തോന്നുന്നു. ഇനി വീടുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പണിത് കൊടുക്കുന്ന വീടുകൾക്ക് മുമ്പിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നേ. അത് മനസ്സിലാക്കാതെയാണ് KM ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല, PMAY പദ്ധതി പ്രകാരം പൈസ ലഭിക്കുകയാണെങ്കിൽ അത് വാങ്ങുന്നതിന് എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് ചോദിക്കുന്നത്. ഭരണം കിട്ടുന്നതിന്, അതായത് 39 ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേന്ദ്ര സർക്കാരിനെയും BJPയെയും നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന KM ഷാജി ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് തൻ്റെ നിലപാട് മാറ്റി എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെന്ത് നിലപാടാണ് ഇത്? ഒരു കാര്യം KM ഷാജിയെയും മുസ്ലിം ലീഗിനെയും നമുക്ക് പ്രത്യേകം ഓർപ്പിക്കാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ രീതിയിലുള്ള നിലപാടുകളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് തന്ന അതേ മാൻഡേറ്റ് അടുത്ത പ്രാവശ്യം ലഭിക്കുക ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPക്കായിരിക്കും. അത് കൃത്യമായിട്ട് പറയാം, അത് BJPക്കായിരിക്കും ലഭിക്കുക. BJPയുടെ ബ്രാൻഡിങ്ങിന് ഇപ്പം UDF സഹായം ചെയ്യും. കൂട്ടു നിൽക്കുകയല്ലേ. എന്നിട്ട് തരുന്നത് എന്താണ്? 4 ലക്ഷം രൂപയിൽ 72,000 രൂപ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് കഴിഞ്ഞതിന് ശേഷം അത് പറയുന്നത് ആരാണ്? ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ മന്ത്രി പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രി പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയുടെ മന്ത്രിയുടെ വായിൽ നിന്നാണ് ഇതേ രീതിയിലുള്ള ഡയലോഗ് വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ അന്ന് ആലോചിച്ച് നോക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടും മേടിച്ചുകൊണ്ടാണ് ഈ മറ്റേ മുസ്ലിം ലീഗ് ഇപ്രാവശ്യം UDFനെ ഇത്ര വലിയ രീതിയിൽ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഈ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാവന്തിയോളം പണിയെടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്.
PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. ആ ദൂരത്ത് അകറ്റി നിർത്തേണ്ടതിനെ അകറ്റിത്തന്നെ നിർത്തേണ്ടതുണ്ട്. അതിനെ വീട്ടിൽ വിളിച്ചിരുത്തരുത്. എന്ത് വിഡ്ഢിത്തരമാണ് പറഞ്ഞത് എന്ന് ആലോചിക്കാനുള്ള ഒരു നിലവാരമുണ്ടെങ്കിൽ, അതിനുള്ള ശേഷിയുണ്ടെങ്കിൽ KM ഷാജി നിങ്ങൾ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണം. 72,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് മലയാളിയുടെ ആത്മാഭിമാനത്തിന് നിങ്ങൾ വിലയിടരുത്. സംസ്ഥാന സർക്കാരിന് നിങ്ങൾ വിലയിടരുത്. 72,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് പണം കിട്ടുമെങ്കിൽ പിന്നെ PMAY പദ്ധതിയുമായി സഹകരിക്കുന്നതിന് എന്താണ് പ്രശ്നമെന്ന് എത്ര നിസ്സാരമായിട്ടാണ് അദ്ദേഹത്തിന് ചോദിക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി പല പദ്ധതികൾക്കും ഇതുപോലെ കേന്ദ്രമായിട്ട് സന്ധി ചെയ്യുന്നൊരു കാഴ്ച കാണേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വരും മാസങ്ങളിലും വർഷങ്ങളിലുമൊക്കെ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ മുട്ടുകുത്തി ഇഴയുന്ന ആളുകളായിട്ട് ഇങ്ങനെയുള്ള മന്ത്രിമാരെ കാണേണ്ടി വരും. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപക്ഷെ മോദി വരുമ്പോഴത്തേക്കും മോദിയുടെ കാല് തൊട്ട് വന്ദിക്കുന്ന, അല്ലെങ്കിൽ അമിത്ഷായുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ആളുകളെ നമ്മുടെ കൺമുമ്പിൽ കാണേണ്ട അവസ്ഥയുണ്ടാവും. സംശയമൊന്നും വേണ്ട. അതിനധികം നാളുകളില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയാലും KM ഷാജിയോട് ഒന്ന് പറയാനുള്ളത്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പിഞ്ചു കുട്ടികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ആത്മാഭിമാനത്തിന് 72,000 രൂപ വിലയിടാൻ വേണ്ടിയിട്ട് താങ്കൾ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ അതിനെ പ്രതിരോധിക്കാൻ മതേതര കേരളം രംഗത്തുണ്ടാകും എന്നത് 100% ഉറപ്പാണ്.